നിങ്ങൾ ഈ കാണുന്നത് ഒരു ചൈനീസ് ഇൻക്യുബേറ്ററാണ്. ഇതിൻ്റെ റൊട്ടേഷൻ മോട്ടർ വർക്കിംഗ് അല്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്, എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. മോട്ടറിൻ്റെ ചെയിൻ ഞാൻ അയച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോട്ടർ ഒന്ന് അയച്ചെടുത്തിട്ട് അത് മോട്ടർ ചെക്ക് ചെയ്യുക, ഡയറക്റ്റും ചെക്ക് ചെയ്ത് നോക്കണം. അതിൻ്റെ മുമ്പേ കൺട്രോൾ യൂണിറ്റിൽ ഇത് വർക്കിംഗ് ഉണ്ടോ, ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ നോക്കണം. മോട്ടർ ഞാൻ അയച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൺട്രോൾ യൂണിറ്റിൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതിലേക്ക് കറണ്ട് വരുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഞാൻ ഈ ബട്ടൺ ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ടെസ്റ്റർ വെച്ച് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഒരു വട്ടം നമ്മൾ ആ വട്ടം പ്രസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ്, അടുത്തത് റൈറ്റ് എന്ന് എഴുതി കാണിക്കും. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ള അറിയില്ല. ഞാനിവിടെ അത് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കിവിടെ കാണാം എത്രമാത്രം പറ്റുന്നുണ്ട് എന്നുള്ള അറിയില്ല. ഇപ്പോൾ ടെസ്റ്റർ വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ 2 ലൈനിലും കറണ്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇതിൻ്റെ ന്യൂട്രൽ കട്ടായാലാണ് അങ്ങനെ സംഭവിക്കുക. ഇപ്പോൾ 2ലും കറണ്ട് വരുന്നുണ്ട്. അപ്പോൾ ന്യൂട്രൽ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. അതിനെന്ത് ചെയ്യണം, കൺട്രോൾ യൂണിറ്റ് ജസ്റ്റ് ഒന്ന് അയച്ചിട്ട് വേണം അത് നോക്കാൻ. ഞാൻ ആ കൺട്രോൾ യൂണിറ്റ് അയച്ച് നോക്കുകയാണ്. നമ്മളെ കയ്യിൽ മൾട്ടിമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എൻ്റെ കയ്യിലുള്ള മൾട്ടിമീറ്റർ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ്. ഇവിടെ ഈ മഞ്ഞ വയറാണ് ഇതിൻ്റെ ന്യൂട്രൽ. ഈ മഞ്ഞ വയർ ഇവർ കൊടുത്തിട്ടുള്ളത് ഈ സ്വിച്ചിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിരിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ കൊടുക്കുമ്പോഴുള്ള പ്രശ്നം, ആ സ്വിച്ചിന് കംപ്ലൈൻറ്റ് വന്നാലും അതുപോലെ ആ കൊടുത്ത സ്ഥലത്ത് ലൂസ് കോണ്ടാക്റ്റ് വന്നാലും ഈ പ്രശ്നം ഉണ്ടാവും. ന്യൂട്രൽ അങ്ങനെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഈ മോട്ടർ കൺട്രോളറിലൊക്കെ നമുക്ക് റൊട്ടേഷൻ നിർത്തണമെന്നുണ്ടെങ്കിൽ മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കും. ഇതിൽ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ച് ശരിക്കും പ്രസ് ചെയ്തിടുമ്പോൾ ചിലപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്, ചിലപ്പം കിട്ടുന്നില്ല. അപ്പോൾ സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റും വരും, അതുപോലെ ഈ ലൂസ് കോണ്ടാക്റ്റ് വരും. ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഇപ്പം ന്യൂട്രൽ ഡയറക്റ്റ് ചെയ്തു. അതുപോലെ സ്വിച്ചിലേക്ക് ഇൻപുട്ട് വരുന്ന സപ്ലൈ ഫാനും മോട്ടറുമാണ് ഈ സ്വിച്ചിൽ വരുന്നത്. അപ്പോൾ ഇൻപുട്ട് വരുന്ന ഭാഗത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതങ്ങനെ ലിങ്ക് ചെയ്ത് കൊടുത്തു. അതായത് മോട്ടറിൻ്റെ ന്യൂട്രൽ ഇപ്പോൾ നിലവിൽ ഞാൻ ഡയറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കണം. അതിന് ഇതുപോലെ അത് കറക്റ്റ് സെറ്റ് ചെയ്ത് അവിടെ വെക്കുകയും വേണം. ഇതൊരു ചൈനീസ് കമ്പനി ഇൻക്യുബേറ്ററാണ്. ഇതിൻ്റെ ബോഡിയൊക്കെ വരുന്നത് തകരൻ്റെ ഷീറ്റാട്ടോ. ഫുള്ളായിട്ട് റസ്റ്റ് പിടിച്ചാകെ നാശമായിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കാണിക്കുകയാണ്. നിങ്ങൾക്ക് മോട്ടറിൻ്റെ പുള്ളിയിൽ നോക്കിയാൽ അറിയാം മോട്ടർ കറങ്ങുന്നതായിട്ട്. അതുപോലെ നമ്മളതൊന്നുകൂടെ ഓഫ് ചെയ്തിട്ട് രണ്ടാമത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വർക്ക് ചെയ്യിച്ചപ്പോഴും അത് വർക്ക് ചെയ്യുന്നുണ്ട്. മോട്ടർ ഇനി നമുക്ക് ആ ഫ്രെയിമിൽ സെറ്റ് ചെയ്തിട്ട് ചെയിനും കുടുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ മോട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുമ്പം കറക്റ്റായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ലിമിറ്റ് സ്വിച്ചിന് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും വർക്ക് ചെയ്യാണ്ട് വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മളിങ്ങനെ കണക്ഷൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ ലിമിറ്റ് സ്വിച്ചിൽ തട്ടിയിട്ട് ഇത് നിൽക്കുക. ഇത് മുകളിലാണ് ലിമിറ്റ് സ്വിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ പ്രസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ വയർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് നിൽക്കില്ല. നേരെ ആ ലിമിറ്റ് സ്വിച്ചിനെ പൊളിച്ചങ്ങ് പോകും. അപ്പം സെൻട്രൽ നിർത്തിയിട്ട് ഏത് ഭാഗത്തേക്കാണോ തിരിയുന്നത് അപ്പം കട്ടാവേണ്ട ലിമിറ്റ് സ്വിച്ച് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് നോക്കണം. എന്നിട്ട് വയർ കൊടുത്തത് റെഡിയല്ലേ എന്നുള്ളത്, എന്നിട്ട് നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം.